നമസ്കാരം. പുന്നപ്ര വയലാർ സമരസേനാനിയും കമ്മ്യൂണിസ്റ്റ് ഇതിഹാസവുമായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളം നൽകിയ വികാരനിർഭരമായ യാത്രയയപ്പ് കണ്ടാലറിയാം ജനമനസ്സിൽ VSനുള്ള സ്ഥാനം. 1934 കുട്ടനാട്ടിലെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചതു മുതൽ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായതുവരെ VS നെടുനായകത്വം വഹിച്ചു ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം. ആബാലവൃദ്ധം ജനങ്ങളും VSനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. കുട്ടികളും സ്ത്രീകളും പ്രായം ചെന്നവരും ഒന്നിച്ചൊന്നായി ഒരു മനസ്സായി VSന് മുദ്രാവാക്യം വിളിച്ചു. ജനങ്ങളുമായി ജൈവ ബന്ധം സൂക്ഷിക്കുന്നവരെയാണ് അവർ തങ്ങളുടെ നേതാവായി രക്ഷകനായി കാണുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ നിത്യജ്വാലയായി VS നിലനിൽക്കും. ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. അങ്ങനൊരു നേതാവ് ഈ പ്രസ്ഥാനത്തിന് കിട്ടുമെന്ന് അറിഞ്ഞു. എല്ലാവരും വാക്കുകൾ കൊണ്ട് പറയും ഭയങ്കര തീരെ നഷ്ടമാണ്. പക്ഷെ അത് വാക്കുകളില്ല വാസ്തവത്തിൽ. നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. മരിക്കില്ല, ജീവിക്കണം നമ്മളിലെന്നും. അതെനിക്ക് പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. വളരെ സങ്കടമുണ്ട്. നമ്മുടെ അങ്ങനത്തെ പോലെയാണ് നേതാവ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അറിയിച്ചാൽ വന്ന് സഹകരിക്കുന്ന ഒരാളായിരുന്നു. ഓർക്കൂ സഖാവേ സഹോദര നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാം എന്നും. ഇതേപോലൊരു മനുഷ്യനെ ഇനി ആർക്കും കിട്ടത്തില്ല. ഇനി എത്ര പേര് ഭരിച്ചാലും ശരി, അത് നമുക്ക് ഒരു തീരാ ദുഃഖം തന്നെയാണ്. നിറയെ ചുവന്ന പൂക്കൾ ഇഷ്ടമാണ്, വളരെയേറെ ഇഷ്ടമാണ്. VSന്റെ തുടർച്ച വരണം. VSന്റെ തുടർച്ച വന്നാലേ പാർട്ടി ഉള്ളൂ. വരണം. ഒരു വരൾ മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി. ഇത് കാണാൻ പറ്റില്ലല്ലോ, കാണാൻ പറ്റൂ. നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. VSന്റെ പിന്നാലെ പോവുകയാണ്. മാക്സിമം എത്രത്തോളം പോകുമോ അത്രത്തോളം VSന്റെ അത്രത്തോളം നെഞ്ചിൽ സ്നേഹിക്കുന്ന സലാം. ഞങ്ങളുടെയൊക്കെ അമ്മയും ഒക്കെ തൊണ്ടുതല്ലി ഞങ്ങളെ വളർത്തിയതാണ്. അതിനൊപ്പം നിന്ന ഒരു സഖാവ് മരിക്കുമ്പോൾ ഒന്ന് കാണണ്ടേ അവസാന നിമിഷമെങ്കിലും. അഴിമതി മതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപെടുത്താനിതൊരു തുടലായി. അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് വിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി. ഞങ്ങൾ കാണാതെ എന്തായാലും പോകത്തില്ല. സഖാവ് ഞങ്ങളുടെ വികാരമാണ്. VS നൽകിയ പോരാട്ട വീര്യങ്ങൾ അത് നമ്മളെ പോലെയുള്ള യുവതലമുറയ്ക്ക് എന്നും ആവേശോജ്വലമാണ്. വിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി
വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിന്റെ മധുവായി അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. വക്രദൃഷ്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം VSന്റെ പ്രസംഗങ്ങളും പ്രതികരണങ്ങളും എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാം. വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലുമെല്ലാം പേരുകേട്ട ആ നീട്ടിയും കുറുക്കിയുമുള്ള VS ശൈലി ചാട്ടുളി പോലെ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞവയായിരുന്നു ചിലത്. ഒട്ടും മാർദ്ദവമില്ലാത്ത വിമർശനമായിരുന്നു മറ്റു പലതും. അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചു VS വിമർശിച്ച രാഷ്ട്രീയ പാർട്ടികളിലും നേതാക്കളിലും ചിലർ സ്വന്തം മുന്നണിയിൽ വന്നതും VS നിശബ്ദത പാലിച്ചതുമായ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾക്കും കേരളം സാക്ഷിയായി. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തുള്ള VSന്റെ പ്രസംഗത്തിൽ നിന്ന് ആദ്യം. കാട്ടുകള്ളൻ എന്താണ് ആ പഹേന്റെ പേര് മറന്നുപോയി. അല്ലല്ല, കാട്ടുകള്ളൻ വീരപ്പൻ മരിച്ചുപോയി. വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന് വെറ്റിലയും പാക്കും വച്ച് മിസ്റ്റർ മാണിക്ക് ഗുരുത്വം നൽകിക്കൊണ്ടുള്ള സമീപനം സ്വീകരിച്ചേനെ. അഴിമതിക്കെതിരെയുള്ള കുരിശുദ്ധമാണ് VSന്റെ ഇഷ്ടവിഷയം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രചാരണ യോഗത്തിൽ നിന്ന് വീണ്ടും. ഉള്ളത് പറഞ്ഞാൽ കള്ളികൾ ഇരിക്കുമെന്ന് മാത്രമല്ല, കള്ളന്മാരും ദേഷ്യപ്പെടുമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞം കരാറിനെതിരെ വിമർശനം കെട്ടഴിച്ചു വിട്ടിരുന്നു VS. അദാനി പോർട്ടുമായുള്ള നിർമ്മാണ കരാറിലെ വ്യവസ്ഥകൾക്കെതിരെയായിരുന്നു വിമർശനം. പ്രതിപക്ഷ നേതാവായിരുന്നു VS അക്കാലത്ത്. അദാനിയുടെ കൂടെ ചാണ്ടിയും കൂട്ടരും കൈവശപ്പെടുത്തി എന്ന് വ്യക്തത. അല്ലെങ്കിൽ 2/3 ഭാഗം മുതൽ മുടക്കിയിട്ടുള്ള സർക്കാരിന് ഒരു ശതമാനം, 1/3 തുക ചെലവാക്കിയ ആളുകൾക്കോ 99%. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കരുതലും വികസനവും എന്ന മുദ്രാവാക്യത്തിനെതിരെ പ്രതിപക്ഷ നേതാവായിരുന്ന VSന്റെ നർമ്മത്തിൽ പൊതിഞ്ഞ പരിഹാസം. ചോദിക്കുന്ന പണമങ്ങ് കൊടുക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. കരുതൽ വേണമേ എന്ന യാതനയായിരിക്കുമല്ലോ അതിന്റെ കൂടെയുള്ളത്. പാഠപുസ്തകങ്ങളുടെ അച്ചടി സ്കൂൾ തുറന്നിട്ടും തീരാത്തത് ചൂണ്ടിക്കാട്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനം. റബ്ബ് പറയുന്നത് എന്താണെന്നോ, ഓണപരീക്ഷയ്ക്ക് മുമ്പായിട്ട് കൊടുക്ക. അപ്പൊ ഓണപരീക്ഷയിൽ എഴുതണ്ടേ റബ്ബേ. അരുവിക്കരയിലെ പ്രസംഗത്തിൽ നിന്ന് വീണ്ടും. ഇത്തവണ ആദിവാസി ക്ഷേമമാണ് വിഷയം. ഇപ്പോൾ മുഖ്യമന്ത്രി ആദിവാസികളുടെ ഊരങ്ങാനമുണ്ടോ എന്ന് തിരക്കി ഓടിയ എത്തുകയും അവരോട് അവിടെ ചെന്നിട്ട് കപ്പ തിന്നുക. ഉമ്മൻചാണ്ടി കപ്പ തിന്നു. അയ്യോ, സോളാർ വിഷയം കത്തി നിന്നത് ഓർമ്മിപ്പിച്ച് VSന്റെ പരിഹാസമുന.
ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം A+, എന്ന്. A+ ആണോ കൊടുക്കേണ്ടത് അതോ A സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്? A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ കാണുന്ന മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയെയും വെറുതെ വിടുന്നില്ല VS. ആന്റണിയെ കൂട്ടുപിടിച്ച് സംസ്ഥാന ഭരണത്തിനെതിരെ വിമർശനം. ഇവിടെ മിസ്റ്റർ ആന്റണി 3 ആഴ്ച മുമ്പ് കേരളം സന്ദർശിച്ചു. അങ്ങനെ കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് മൂക്കിൽ 2 വിരലും വെച്ചുകൊണ്ട് മാത്രമേ സഞ്ചരിക്കാൻ ഒത്തുള്ളൂ. അഴിമതിയുടെ ദുർഗന്ധം എന്നാണ് പറഞ്ഞത്. KPCC പ്രസിഡന്റ് ഉടനെ അതിനെ അനുകൂലിച്ചു. ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ഉടനെ അതിനെ അനുകൂലിച്ചു. ചെന്നിത്തലയുടെ നോട്ടം ഉമ്മൻചാണ്ടി ഇല്ലാതായാൽ ഞാൻ തന്നെ ഇങ്ങനെ പലർക്കും പല ഉദ്ദേശമാണ്. നമുക്കെന്ത് ചെയ്യാം? എല്ലാവരും അനുകൂലിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഉമ്മൻചാണ്ടി വന്നു. ഇതിനിടെ സോണിയാഗാന്ധി വടിയെടുക്കുകയും പലതും പറയുകയും ചെയ്ത് കാണും ഉടനെ തന്നെ കേരളത്തിൽ പോകണം, മറിച്ചു പറയണമെന്നുള്ള ധാരണയിൽ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നിട്ട് തന്റെ അനുഭവം പറയാനല്ല തുനിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറക്കത്തിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം സ്ഥിരമായി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന BJP നേതാവ് O രാജഗോപാലിനെതിരെ VSന്റെ ഉളിയമ്പ്. നമ്മളോട് ആരോടുമുള്ള വൈരാഗ്യമല്ല. മോഡി 1 കൊല്ലമായി മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയായി തുടരുകയാണ്. പലരെയും അദ്ദേഹം പരിഗണിച്ചു. എന്തുകൊണ്ട് തന്നെ പരിഗണിക്കുന്നില്ല എന്ന ദേഷ്യം മോഡിയോടുള്ളത് തീർക്കാൻ വേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാൻ കാണിച്ചു തരാം എന്ന നിലപാടെടുക്കുന്നതോ എന്തോ. BJP ഭരണ സ്റ്റേറ്റുകളിലെ ഗോവധ നിരോധന നിയമത്തിനെതിരെ ബീഫ് നിരോധനത്തെക്കുറിച്ച് VSന്റെ വിമർശനം. പശു നമ്മുടെ അമ്മയാണ്. പശുവിന്റെ ഭർത്താവാരാണ്? കാള. ആ കാളയാരാണ്? RSSകാരന്റെ തന്തയാണോ? മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2 VSന്റെ ദൗത്യം. പാർട്ടിക്കുള്ളിലെ തൻ്റെ വിമർശകർക്കുള്ള പരോക്ഷ മറുപടി പുറത്ത്, നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിൻ്റെ വിമർശകരായ പ്രതിപക്ഷത്തിനെതിരെയുള്ള പ്രതിരോധവും. സർക്കാരിനെയും LDFനെയും ക്ഷീണിപ്പിക്കാൻ വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന തത്രപ്പാടിലാണ് കോൺഗ്രസും BJP. എന്നാൽ പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. കോൺഗ്രസിന്റെ കാര്യം പറയാ അതിരിക്കുന്നതാണ് ഭേദം. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ അയ്യോ ശിവ ശിവ. രാജ്യം മുഴുവൻ ഭരിച്ചിപ്പോൾ കോൺഗ്രസിന് രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ 3 മാത്രമാണ് ഭരണമുള്ളത്. ഭരണമെല്ലാം പോയി പാര നടക്കുക ആണെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല.